പ്രജ്ഞയിലെ സമാധാനപരമായ ഗ്രാമത്തിൽ ആദരണീയനായ ഒരു സെന്റ് മാസ്റ്റർ ആരവ് തൻ്റെ വിദ്യാർത്ഥിയായ മായയുമായി അഗാധമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. മൃദുവായ കാറ്റ് ബോധിവൃക്ഷത്തിൻ്റെ ഇലകളിൽ തുരുമ്പെടുക്കുമ്പോൾ മാസ്റ്റർ ആരവ് മനസ്സിനെ ഫലപ്രദമായും ശ്രദ്ധാപൂർവവും ഉപയോഗിക്കുന്ന കലയെക്കുറിച്ച് കാലാതീതമായ ജ്ഞാനം പങ്കിടാൻ തുടങ്ങി. മായ മാസ്റ്റർ ആരവ് തുടങ്ങി. മനസ്സ് ഒരു ശക്തമായ ഉപകരണമാണ്. ഒന്നുകിൽ തഴച്ചു വളരുകയോ വാടുകയോ ചെയ്യാവുന്ന ചിന്തകളുടെ പൂന്തോട്ടമാണ്. ഒരു വിദഗ്ധ തോട്ടക്കാരൻ എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ കഥ ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായ മായ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു. ഉടൻ വെളിപ്പെടാൻ പോകുന്ന ഉൾക്കാഴ്ചകൾ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചു. പ്രജ്ഞയുടെ ഹൃദയത്തിൽ വിക്രം എന്നൊരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു എന്ന് മാസ്റ്റർ ആരവ് പറഞ്ഞു തുടങ്ങി. വിക്രമിൻ്റെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെ കളകളുടെയും പൂക്കളുടെയും സാധ്യതകൾ ഉൾക്കൊള്ളുന്നു. അവൻ്റെ യാത്ര അവൻ്റെ ചിന്തകളുടെ പൂന്തോട്ടത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരുന്നു. മനഃപൂർവമായ കൃഷിയുടെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ വ്യഗ്രതയോടെ മായ വിക്രമിൻ്റെ പാത വിഭാവനം ചെയ്തു. 1. അവബോധത്തിൻ്റെ വിത്തുകൾ. മനസ്സിൻ്റെ പൂന്തോട്ടത്തിൽ അവബോധത്തിൻ്റെ വിത്തുകൾ പാകി വിക്രം യാത്ര ആരംഭിച്ചു. മാസ്റ്റർ തുടർന്നു. അവബോധം തൻ്റെ ചിന്തകളുടെ കോണുകളിൽ പ്രകാശം പരത്തുന്ന സൂര്യപ്രകാശമായിരുന്നു. അവൻ നട്ടുപിടിപ്പിച്ച വിത്തുകൾ മനസ്സിലാക്കുന്നത് മനസ്സിൻ്റെ ഫലം കായ്ക്കുന്ന ഒരു പൂന്തോട്ടം വളർത്തുന്നതിന് തുല്യമായി നിർണായകമാണെന്ന് അവൻ മനസ്സിലാക്കി. മനഃപൂർവമായ ഒരു ചിന്താഗതിയെ പരിപോഷിപ്പിക്കുന്നതിൽ അവബോധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മായ പ്രതിഫലിപ്പിച്ചു. 2. ഉദ്ദേശ്യശുദ്ധിയുടെ നനവ്. വിക്രം തൻ്റെ പൂന്തോട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ശ്രദ്ധയോടെയാണ് അദ്ദേഹം നനച്ചത്. മാസ്റ്റർ ആരവ് വിവരിച്ചു. ഉദ്ദേശ്യത്തിൻ്റെ ഓരോ തുള്ളിയും അവൻ്റെ ചിന്തകളുടെ വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോഷിപ്പിക്കുന്ന അമൃതമായിരുന്നു. ഉദ്ദേശ്യത്തോടെ നനയ്ക്കുക എന്നതിനർത്ഥം അവൻ്റെ മൂല്യങ്ങളോടും അഭിലാഷങ്ങളോടും യോജിക്കുന്ന ചിന്തകൾ തിരഞ്ഞെടുക്കുന്നതിനെ അർത്ഥമാക്കുന്നു. മനസ്സിൻ്റെ ഭൂപ്രകൃതി രൂപപ്പെടുത്തുന്നതിൽ ഉദ്ദേശ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മായ ചിന്തിച്ചു. 3. വ്യതിചലനത്തിൻ്റെ കളകൾ വെട്ടിമാറ്റുക. അശ്രദ്ധയുടെ കളകൾ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നത് വിക്രം ശ്രദ്ധിച്ചു. മാസ്റ്റർ തുടർന്നു. ആക്രമണകാരികളായ കളകളെപ്പോലെ ശ്രദ്ധാശൈഥില്യം തൻ്റെ ശ്രദ്ധാകേന്ദ്രമായ പൂന്തോട്ടത്തിൽ നിന്ന് ജീവനെ ഞെരുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ശ്രദ്ധാകേന്ദ്രമായ പൂക്കൾ വിരിയാൻ അനുവദിച്ചുകൊണ്ട് ഈ അശ്രദ്ധയുടെ കളകൾ വെട്ടിമാറ്റുന്നതിൽ വിക്രം സമർത്ഥനായി. ഏകാഗ്രവും ശ്രദ്ധാലുവുമായ മനസ്സിനെ പരിപോഷിപ്പിക്കുന്നതിന് ശ്രദ്ധ മാറാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകത മായ തിരിച്ചറിഞ്ഞു. 4. കൃതജ്ഞതയുടെ പുഷ്പങ്ങൾക്കായി ശ്രമിക്കുന്നു. വിക്രമിൻ്റെ പൂന്തോട്ടം തഴച്ചു വളരുമ്പോൾ അവൻ നന്ദിയുടെ പൂക്കളെ വളർത്തി. മാസ്റ്റർ ആരവ് പങ്കുവച്ചു. കൃതജ്ഞതയായിരുന്നു അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സുഗന്ധം. തൻ്റെ ചുറ്റുമുള്ള സൗന്ദര്യത്തെ അഭിനന്ദിക്കുന്നതും തൻ്റെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങളെ അംഗീകരിക്കുന്നതും തൻ്റെ മനസ്സിൻ്റെ മണ്ണിനെ സമ്പന്നമാക്കുന്നുവെന്ന് വിക്രം തിരിച്ചറിഞ്ഞു. മനസ്സിൻ്റെ മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിന് കൃതജ്ഞത വളർത്തിയെടുക്കുക എന്ന ആശയം മായ സ്വീകരിച്ചു. 5. നിഷേധാത്മക ചിന്തകൾക്കെതിരെ വേലികെട്ടൽ. വിക്രം തൻ്റെ പൂന്തോട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ നെഗറ്റീവ് ചിന്തകൾക്കെതിരെ അവൻ വേലി സ്ഥാപിച്ചു. മാസ്റ്റർ തുടർന്നു. ഒട്ടും ആകർഷകമല്ലാത്ത നുഴഞ്ഞുകയറ്റക്കാരെ പോലെയുള്ള നിഷേധാത്മക ചിന്തകൾ മനസ്സിൻ്റെ സ്വരച്ചേർച്ചയെ തകരാറിലാക്കും. തൻ്റെ ചിന്തകളുടെ വിലയേറിയ സങ്കേതം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അതിരുകൾ നിശ്ചയിക്കാൻ വിക്രം പഠിച്ചു. നിഷേധാത്മകതയിൽ നിന്ന് മനസ്സിനെ സംരക്ഷിക്കാൻ അതിരുകൾ നിശ്ചയിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മായ ചിന്തിച്ചു. 6. കാരുണ്യത്തിൻ്റെ മണ്ണ് വളർത്തുക. കാരുണ്യത്തിൻ്റെ മണ്ണ് നട്ടുവളർത്തുന്നതിൻ്റെ മൂല്യം വിക്രം തിരിച്ചറിഞ്ഞു. മാസ്റ്റർ ആരവ് പറഞ്ഞു. അനുകമ്പ തൻ്റെ മനസ്സിൻ്റെ പൂന്തോട്ടത്തെ മുഴുവൻ സമ്പുഷ്ടമാക്കുന്ന ഒരു പോഷക ഘടകമായി വർത്തിച്ചു. തന്നോടും മറ്റുള്ളവരോടും പെരുമാറുന്ന രീതി തൻ്റെ മാനസിക ഭൂപ്രകൃതിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സ്വാധീനിച്ചുവെന്ന് വിക്രം മനസ്സിലാക്കി. ദയയും ശ്രദ്ധയുമുള്ള മനസ്സിനെ പരിപോഷിപ്പിക്കുന്നതിൽ അനുകമ്പയുടെ പരിവർത്തന ശക്തിയെ മായ
പ്രതിഫലിപ്പിച്ചു. 7. നിശ്ചലതയുടെ നൃത്തം ആലിംഗനം ചെയ്യുക. തൻ്റെ മനസ്സ് നിറഞ്ഞ പൂന്തോട്ടത്തിൽ വിക്രം നിശ്ചലതയുടെ നൃത്തം കണ്ടെത്തി. മാസ്റ്റർ തുടർന്നു, നിശ്ചലത എന്നത് ചിന്തകളുടെ അഭാവമല്ല, ശാന്തമായ ഒരു നദി പോലെ ചിന്തകൾ സാവധാനത്തിൽ ഒഴുകുന്ന ശാന്തമായ നൃത്തമായിരുന്നു. വിക്രം നിശ്ചലതയുടെ നിമിഷങ്ങളെ സ്വീകരിക്കാൻ പഠിച്ചു. മനസ്സിനെ വിശ്രമിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും അനുവദിച്ചു. ചിന്തകളുടെ നിരന്തര പ്രവാഹത്തിനിടയിൽ നിശ്ചലതയുടെ നിമിഷങ്ങൾ കണ്ടെത്തേണ്ടതിൻ്റെ പ്രാധാന്യം മായ മനസ്സിലാക്കി. മാസ്റ്റർ ആരവ് മായയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, മായ, നിങ്ങളുടെ മനസ്സ് ഉപയോഗിക്കുന്നത് ഒരു കലയാണ്. അവബോധം, ഉദ്ദേശ്യം, ശ്രദ്ധ, നന്ദി, പോസിറ്റീവ് അതിരുകൾ, അനുകമ്പ, നിശ്ചലത എന്നിവയ്ക്കിടയിലുള്ള ഒരു നൃത്തമാണ്. ശ്രദ്ധാലുവായ തോട്ടക്കാരൻ്റെ ആർദ്രതയോടെ നിങ്ങളുടെ ചിന്തകളെ വളർത്തിയെടുക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ യഥാർത്ഥ സാധ്യതകൾ കണ്ടെത്തും. തൻ്റെ ഉള്ളിൽ പ്രതിധ്വനിക്കുന്നത് അനുഭവിച്ച് മായ നന്ദിയോടെ തലകുനിച്ചു. ബോധിവൃക്ഷത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകുമ്പോൾ, മനസ്സിനെ സാന്ദ്രമാക്കുമ്പോൾ വ്യക്തതയുടെയും അനുകമ്പയുടെയും സമാധാനത്തിൻ്റെയും പുണ്യ പൂന്തോട്ടമായി മാറുമെന്ന തിരിച്ചറിവ് അവൾ കൂടെ കൊണ്ടുപോയി. If you love to watch this video, you can like, share and subscribe.